ഇല്ല കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദുവിന് ആപ്പാ ടെൻഷനായി. ഇതേ നയനേച്ച് വിളിച്ചോണ്ടിരിക്കുക. ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയേക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അനി പറഞ്ഞു, കുറച്ച് സമയം കൂടെ പോവാൻ നന്ദു, കുറച്ച് സംസാരിച്ചിട്ട് വാ. ഇനിയിപ്പം നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ എന്നാ തമ്മി ഒന്ന് കാണുന്നതെന്ന് ചോദിക്കുകയാണ്. നേരെ അവിടെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലോ എന്ന് പറയാണ്. ഇനി വേണ്ട, ഇത്ര സമയം സംസാരിച്ചില്ലേ, ഇനി ഇത് മതി. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നയനേച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ അതോട് കൂടി തീർന്നു. അല്ലെങ്കിൽ തന്നെ നിന്റെ വല്യമ്മ നയനേച്ചിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, നിന്നെ കാണല് മിണ്ടര് സംസാരിക്കുകയും ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല അനിയെന്ന് പറയണം. ശരി, എന്നാ നീ ഇനി പോയിക്കോളാൻ പറയണ. അങ്ങനെ അനിയോടും ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞ് നന്ദു വീട്ടിലേക്ക് വരുവാണ്. ആ സമയം നയന ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. നയനിക്ക് മനസ്സിലായി നന്ദു പോയിരിക്കുന്ന അനിയുടെ അരിയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ താൻ പറഞ്ഞ വാക്കിനൊക്കെ പുല്ല് വരെ കൽപ്പിച്ചില്ല അവള് പോയിരിക്കുന്നേ. എന്നാലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി നിൽക്കൂ ഇത്. ഓരോ ദിവസം ചെല്ലുന്നോറും അവർ തമ്മിലുള്ള ബന്ധം ഒന്നും കൂടെ ആഴത്തിലുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ അവരെ അകറ്റാൻ നോക്കിയിട്ടും അവർ വീണ്ടും ഒന്നായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും നയനക്ക് അറിയില്ലായിരുന്നു. പിന്നീട് നയന നന്ദു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം പിറ്റേ ദിവസം വിഷുവും കൂടെ ആണല്ലോ. അപ്പോഴേക്കും കനിക അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ നീ എന്താ ഇവിടെ ഇറങ്ങിയിരിക്കണേന്ന് ചോദിക്കാം. അല്ല നന്ദു വന്നിട്ട് ഞാൻ കിടന്നോളാന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, നന്ദുവട്ടം വരട്ടെ, നീ അകത്ത് വന്നിരിക്കാൻ പറയണ. അമ്മ പോയിക്കോ, ഞാൻ നന്ദു വന്നിട്ട് അങ്ങോട്ട് കയറി വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ നയന ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു വന്നിട്ട് അങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും നയനോട് നിൽക്കാൻ പറയണം അവിടെ. അങ്ങനെ നന്ദു നിന്നു. സത്യം പറ, നീ ഇന്ന് അനിയെ കാണാൻ വേണ്ടി പോയതല്ലേ? നിൽക്കും. അനിയെ കാണാനോ? ഇല്ല, ഞാൻ അനിയെ കാണാനൊന്നും പോയില്ലെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയണ്ട, ഞാൻ ആദർശേണ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദർശേണ്ണ ഉണ്ണിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാണ്. എന്ത് കാര്യം? അനി അവിടെ ഇല്ലാന്ന്. നീയും അനിയും അങ്ങനെ കണ്ടുമുട്ടാനായിട്ട് നിന്റെ ഫ്രണ്ട്സ് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നിനക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറ. സത്യം പറഞ്ഞെന്തോ, നീ എന്തിനാ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണേ? നീ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. എന്തുണ്ടെങ്കിലും നേരെ വാ നേരെ പോകുന്ന പ്രകൃതിക്കാരിയായിരുന്നല്ലോ. ഇപ്പൊ നിനക്കിത് എന്തു പറ്റി? നീ എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറയണെന്ന് ചോദിക്കുക. അത് പിന്നെ ചേച്ചി, ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട, തെളിവുണ്ടായിട്ട് തന്നെയാ പറയണേ. നീയും അവരും കൂടെ തമ്മിൽ കണ്ടില്ലേന്ന് ചോദിക്കുക. അവസാനം നന്ദുവിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. നന്ദു പറഞ്ഞു, ഞാൻ അനിയെ കാണാൻ തന്നെയായിട്ടാ പോയെന്ന് പറയണം. അവനെന്നെ വൈകുന്നേരം മുതൽ വിളിക്കുന്ന, കാണാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യുമെന്ന് വരെ പറഞ്ഞു. അത് മാത്രമല്ല, മുമ്പത്തെ പോലെ കല്യാണത്തിന് തലേദിവസം അവൻ മദ്യപിച്ച് വീട്ടിൽ കയറിയതുപോലെ അവൻ മദ്യപിക്കുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പോയതയച്ചി. എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല. കാരണം അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവൻ അങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനയായിരിക്കും. കാരണം ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് എന്തു പറയണമെന്ന് അറിയത്തില്ല. നയന പറഞ്ഞു, നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അവനൊരു ജീവിതമുണ്ട്, അവന്റെ കല്യാണം കഴിഞ്ഞാണ്. നീ എന്താ അതൊക്കെ മറന്നു പോണെന്ന് നിൽക്കാം. അതൊക്കെ എനിക്ക് അറിയാൻ ചേച്ചി. പക്ഷെ അവൻ എന്തേലും സംഭവിക്കാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലെന്ന് പറയണം. പിന്നീട് നന്ദുനോട് പറഞ്ഞു, നീ കയറി പൊയ്ക്കൊള്ളാൻ പറയണം. അങ്ങനെ നന്ദു അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ നയന ആദർശനെ വിളിക്കുകയാണ്. ആദർശനെ വിളിച്ചിട്ട് ചോദിച്ചു, അനി എത്തിയെന്ന് ചോദിക്കുക. ഇല്ല, എത്തിയിട്ടില്ല എന്ന് പറയണം. പിന്നീട് നന്ദു വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. അവനെയൊന്ന് ഉപദേശിച്ചു നോക്കുക, ആദർശേട്ടാ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനി അനാമികൻ തമ്മിൽ വേർപിരിയാനായിട്ട് കാരണമാവും. ഇപ്പൊ ആദർശം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നേരെയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്നാലും ഒന്ന് പറഞ്ഞു നോക്ക്, ഒരു കാര്യം ചെയ്യാം, അമ്മയോടൊന്ന് പറഞ്ഞു നോക്ക്. അമ്മ ചിലപ്പോൾ അവനെ വിളിച്ച് ഉപദേശിച്ചാലോ. അല്ല, ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു നോക്കാം അമ്മയോട്, അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം. പിന്നീട് നേരെ ദേവേന്റെ അടുത്തേക്ക് എല്ലുവാണ് ആദർശ് എന്നിട്ട് ദേവേനോട് കാര്യങ്ങളൊക്കെ പറയണം. അനിയെ വിളിച്ചൊന്ന് ഉപദേശിക്കണം, അനിയുടെ പോക്ക് അത്ര ശരിയാതെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. എന്നിട്ടിപ്പോൾ ദേവേനോട് അതെന്താ? അല്ല, ആ നന്ദുവായിട്ട് കാണില്ലെന്നൊക്കെ അവനോട് നയനെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവൻ കൂട്ടാക്കുന്നില്ല. അനിയും നന്ദുവും തമ്മിൽ കാണുന്നുണ്ട് അമ്മയെന്ന് പറയണ. കാണുന്നുണ്ടെന്നോ? അതെ, അവർ തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നാളെ നന്ദു പോകുമല്ലേ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇന്ന് തന്നെ അവർ കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതേ കുടുംബത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറയണം. അമ്മ വിളിച്ച് ഉപദേശിക്കുക. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കേൾക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, ഇവിടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പോലും അവൻ അനുസരിച്ചിട്ടില്ല, പിന്നെയാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നത്. നോക്കാം, അവൻ വരുമ്പോൾ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താന്ന്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന എനിക്ക് പോലും അറിയില്ല എന്ന് പറയണം.
ആ സമയത്ത് അനാമിക ആകെപ്പാടെ കട്ടക്കലിപ്പാണ്. അനിയതിരായിട്ട് വന്നിട്ടും കൂടി ഇല്ല. ഇവന് തപ്പട്ട പോയി കിടക്കുക. നാളെ വിഷുവാണ്. അതിങ്ങനെ അവളെ കാണാൻ വേണ്ടി പോയതായിരിക്കും. അവൾ ട്രെയിനിങ്ങിന് പോയല്ലേ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് അവളെ കാണാൻ വേണ്ടി പോയിരിക്കുക. ഇന്നിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ദേവേനെ ഇങ്ങോട്ട് വരുന്നത്. ദേവേനെ എന്നിട്ട് അല്ല മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. എന്ത് ചെയ്യാനാ എന്റെ വല്യമ്മേ, നാളെ ഒന്നതിന്റെ വിഷുവായിട്ട് അതിനെതിരായിട്ട് വന്നിട്ടുണ്ടോ? അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല എന്ന് പറയണ. ദേവേനിക്ക് കാര്യം മനസ്സിലായി, പക്ഷെ പറയാൻ പറ്റില്ലോ. ദേവേനെ പറഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയതായിരിക്കും മോളെന്ന് പറയാ. ഫ്രണ്ട്സോ? ഏത് ഫ്രണ്ട്സ്? എനിക്കറിയാത്ത ഫ്രണ്ട്സാ ഏതാ അവനുള്ളത്? ഇതൊന്നുമല്ല, ഇത് അവളെ കാണാൻ തന്നെ പോയതാ, അന്ന് അന്തോന്ന് പറയുന്നവളെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ, എല്ലാവരും ഭയങ്കര കാര്യങ്ങളും ഇവർ അനന്തപുരി തറവാടെന്ന് പറഞ്ഞ് പേര് കേട്ട തറവാടെന്നൊക്കെ പറയും. പക്ഷേ എങ്കില് അനിയെ പോലെ ഒരുത്തനെ നേരെയാക്കാൻ ഈ കുടുംബത്തിൽ ആർക്ക് സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ദേവേനിക്ക് ആപ്പാടെ സങ്കടവും കലിപ്പും എല്ലാം കൂടെ ഇളകി. കാരണം ഇത്രയൊക്കെ ആയിട്ട് അനിയോട് പറഞ്ഞു കൊടുത്തിട്ട് അനിയുടെ തലമണ്ടയിലേക്ക് കയറുന്നില്ല. എന്നിട്ടോ ഇപ്പൊ ഇവളുടെ ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പിന്നീട് അനാമിക പറഞ്ഞു, ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ തറവാടിൻ്റെ കാര്യം ഞാൻ നോക്കണില്ല. എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇന്ന് നേരെയാവും നാളെ നേരെയാവും എന്നോർത്ത് ഇരുന്നിരുന്ന് മടുത്തെന്ന് പറയണം. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്നതല്ലാതെ അനി എന്നെ സ്നേഹിക്കുന്ന പോലും ഇല്ല. എന്നെ കാണുന്ന തന്നെ അവന് ചതുർത്തിയ, എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേന പറഞ്ഞു, എല്ലാം ശരിയാകും മോളെ, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. അവൻ വരട്ടെ, അവൻ വന്നു കഴിയുമ്പോൾ അവനോട് ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേന അങ്ങോട്ടേക്ക് പോവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അനി അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ആദർശ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശിനെ കണ്ടതും അനിയ ആദർശേട്ടൻ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ആദർശോട് അവിടെ നിൽക്കാൻ പറയണം. എന്താ ആദർശേട്ടാ? നീ നന്ദുവിനെ കാണാൻ പോയതാണ് നിൽക്കും. അത് പിന്നെ ഞാൻ സത്യം പറയടാ, നീ നന്ദുവിനെ കാണാൻ പോയതല്ലേ എന്ന് ചോദിക്കും. അത് ആദർശേട്ടൻ നന്ദു പോകുമല്ലേ, അതുകൊണ്ട്. എടാ നിന്നോട് എത്ര പറഞ്ഞാലും എന്താ അനി മനസ്സിലാവത്തെ? ഇതെങ്ങനെ അനാമിക അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ ആദർശേട്ടാ ഞാൻ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു, നിന്റെ നയനേടത്തി പറഞ്ഞു തന്നു, അമ്മ പറഞ്ഞു തന്നു, എല്ലാവരും പറഞ്ഞു തന്നില്ലേ? അവിടെ നിനക്ക് എന്താടാ മനസ്സിലാവത്തേന്ന് ചോദിക്കുക. ആദർശേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദർശനോട് നേരത്തെ തന്നെ, എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് വേറെ ആരും എന്നെ മനസ്സിലേക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഈ പറയുന്ന അനാമികയെ പോലും എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ആദർശ് പറഞ്ഞു, ഇതേ എന്നോട് പറഞ്ഞു ഇതെങ്ങാനും വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഭൂകമ്പം തന്നെ ഉണ്ടാവും. അല്ല നീ പോയ കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ട്, അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയണേ. വല്യമ്മ അറിഞ്ഞോ? അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ മേടിച്ചെടുത്തു. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോവരുത് കാണരുതെന്നൊക്കെ, പക്ഷെ നിനക്ക് മാത്രം പറഞ്ഞ തലയിലേക്ക് കയറത്തില്ല. നീയും അനാമയും കല്യാണം കഴിച്ച ജീവിതം തുടങ്ങിയാരാ. അപ്പൊ നിങ്ങൾ ആ രീതി വേണം മുന്നോട്ട് പോകാനായിട്ട്, അല്ലാതെ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോവല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആദർശം ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം അനി അങ്ങോട്ടേക്ക് കയറി പോകണം. അനി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അനിയെ കണ്ടിട്ട് ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു ചോദിക്കണം. അത് പിന്നെ വല്യമ്മ ഞാൻ പുറത്ത്. എവിടെ പുറത്ത്? എങ്ങോട്ട് പോയതാന്നാ ചോദിക്കണമെന്ന് പറയാം. അത് ഞാൻ പിന്നെ സത്യം വരടാ, നീ ആ നന്ദുവിനെ കാണാൻ പോയതല്ലേ നിൽക്കും. അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞ തീരുള്ള ഒറ്റ അടിയായിരുന്നു. എടാ നിന്നോട് എത്ര വട്ടം പറഞ്ഞടാ അവളെ കാണാൻ പോരുന്ന്, നിനക്കെന്താ പറഞ്ഞ തലയിലേക്ക് കയറത്തില്ലേ? ഇത് കേട്ടപ്പോ അനി വല്ലാത്തൊരവസ്ഥയിൽ പോയി. അത് മാത്രമല്ല കവിളത്ത് കൈയൊന്ന് വെച്ചുപോയി. അത്രയ്ക്ക് നല്ല ശക്തിക്കാണ് ദേവന്റെ അടി അങ്ങോട്ട് കൊടുത്തത്. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തന്നെ. പക്ഷെ ചെയ്തതിന്റെ കാരണമുണ്ട്. നന്ദു അനിയും കൂടെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. പിന്നീട് അനിയോട് പറഞ്ഞു, നിനക്ക് പറഞ്ഞാൽ തലയിലേക്ക് കയറത്തില്ലേ? നീ എന്തിനാണ് പിന്നെ അവളെ കാണാനായിട്ട് പോയത്? നീ വല്ല വീരവാദം അടിച്ചെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്നോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വരുമെന്നൊക്കെ. നിനക്ക് എങ്ങനെ തോന്നി അനി ഇതിങ്ങനെ ചെയ്യാനായിട്ടും പറയാനായിട്ടും ഒക്കെ? ഇങ്ങനെയാണോ നിന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നേ? നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഞാനൊക്കെയാണ് നിന്നെ വളർത്തിയത്. ഇങ്ങനെയായിരുന്നു നിന്നെ വളർത്തിയത്. നല്ലൊരു സ്വഭാവമുള്ളവനായിരുന്നല്ലോ നീ. പിന്നെ നീ എങ്ങനെയാണ് ഇങ്ങനെയായി പോയെന്നൊക്കെ ചോദിക്കുകയാണ്. ദേവേനിക്ക് സങ്കടം വന്നു. അനിയെ അടിക്കുകയും ചെയ്തു. പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ട് ദേവേനിക്ക് വിഷമമായിരുന്നു. പിന്നീട് ദേവേനി പറഞ്ഞു, നിനക്കിപ്പോൾ അത് ഞാൻ തല്ലിക്കഴിഞ്ഞപ്പോൾ നിനക്ക് ദോഷമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അതല്ല, നിന്റെ നന്മയെ കരുതിയിട്ടാണ് ഞാനതൊക്കെ ചെയ്തേ. നിനക്കറിയാലോ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തിലുള്ള എല്ലാവരും വേദനിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ നേരെയാവും നോക്ക് അനി. ഇതപ്പോൾ അനി പറഞ്ഞു, അതെ വല്യമ്മേനെ അടിക്കുവോ തല്ലുവോ കൊല്ലുവോ എന്ത് വേണം ചെയ്തോ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ഒരിക്കലും അനാമിക ഉണ്ടാകത്തില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നന്ദുവിനോടൊപ്പം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഇടിവെട്ടേറ്റ അവസ്ഥയിൽ ദേവേന നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.